വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മലയാളം ഡയലോഗുകൾ മലപ്പുറം സ്ലാങ്ങിൽ കേൾക്കുന്നത് ഒരു പ്രത്യേക രസമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ സറ്റയർ പോലെയുള്ള ജോണറുകൾക്ക് ആ ഒരു മിക്സ് വളരെയധികം മാച്ച് ചെയ്യുന്ന ഒന്നാണ്. ആഷിഫ് കക്കോടി രചനയും ഷമീം മൊയ്തീൻ സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ നമ്മുടെ കണ്ടം ക്രിക്കറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ പറയാൻ ശ്രമിക്കുന്ന സിനിമയാണ്. കൊറോണ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഈ കഥയിൽ പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്ലേസ്മെൻറ്റ് ഒട്ടും സ്മൂത്തല്ല. എപ്പോഴൊക്കെ സിനിമ നായകൻ എന്തോ ഒരു വലിയ ഇമോഷണൽ സ്ട്രഗിൾ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കാണിക്കാൻ നോക്കുമ്പോഴും കണ്ടിരിക്കുന്ന നമുക്ക് ആ സ്ട്രഗിൾ എന്താണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട്. കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ഒരു സമയത്താണ് നമ്മുടെ കഥ നടക്കുന്നത്. നായകനായ വാഹിദ് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് നാട്ടിൽ പെട്ടുപോകുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെയുള്ള സാഹചര്യത്തിൽ ബോറടിച്ച് വാഹിദിൻ്റെ സുഹൃത്തുക്കൾ വാഹിദിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നു. പല ആളുകളും ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ചർച്ചകളും അത് വാഹിദിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. പടത്തിൻ്റെ രണ്ടാം പകുതിയുടെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ വാഹിദ് വളരെയധികം അപ്സെറ്റ് ആകുന്നതും വാഹിദിൻ്റെ ഭാര്യ അയാൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു ടെക്നിക്ക് മോട്ടിവേഷണൽ സ്പീച്ച് പോലെ കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹിദിനെ ഇത്രത്തോളം ബാധിക്കുന്ന എന്ത് കാര്യമാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് അപ്പോഴും ക്ലിയർ അല്ല. ഗ്രൗണ്ടിലെ മറ്റു കഥാപാത്രങ്ങളെല്ലാം സാമാന്യം റിയൽ ആയിട്ട് തോന്നുമ്പോൾ വാഹിദ് മാത്രം ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട്. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ആഷിഫ് കക്കോടി ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തമ്മിൽ സ്മൂത്തായിട്ട് ബന്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇമോഷണൽ ഡ്രാമയാകാനും പൊളിറ്റിക്കൽ സറ്റയർ ആകാനും ഒരേ സമയം സിനിമ ശ്രമിക്കുന്നതും ഒരു കുഴപ്പമാണ്. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ആലോചിച്ച ഒരു കോൺസെപ്റ്റ് കുറേ കാലത്തിന് ശേഷം സിനിമയാക്കി മാറ്റിയതുപോലെയാണ് പടം കണ്ടപ്പോൾ തോന്നിയത്. ഒരു ക്രിയേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ കണ്ടം ക്രിക്കറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ലിംഗസമത്വം, ഫെമിനിസ്റ്റിക് ആശയങ്ങൾ, ജാതി രാഷ്ട്രീയം, മൈനോറിറ്റികളെ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയം, നിഷ്പക്ഷ നിലപാട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെറ്റഫോറുകൾ ഉപയോഗിച്ചിട്ട് സ്മാർട്ടായി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സിനിമ. കഥാപാത്രങ്ങൾ തമ്മിലുള്ള രസകരമായ ഡൈനാമിക് കാണിക്കാൻ ഒന്നാമത്തെ പകുതിയിലെ പല ഭാഗങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം പ്രേക്ഷകന്റെ തലയിൽ ഓടിക്കൊണ്ടേയിരിക്കും. ഗ്രൗണ്ടിലെ ജാതി രാഷ്ട്രീയത്തിനും വീട്ടിലെ ജെൻഡർ ഇക്വാലിറ്റിക്കും മതപരമായ ടെൻഷനും എല്ലാവരെയും പ്രീതിപ്പെടുത്താനുള്ള നായകൻ്റെ ശ്രമങ്ങൾക്കും ഒക്കെ ഒരു എപ്പിസോഡ് സ്വഭാവത്തിൽ നോക്കുമ്പോൾ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ കഥയ്ക്ക് ഒരു പിടിച്ചിരുത്തുന്ന ഷേപ്പ് കിട്ടുന്നില്ല. സുഡാനി ഫ്രം നൈജീരിയയുടെ സംവിധായകനായ സക്കറിയയാണ് നായകനായിട്ടുള്ള വാഹിദിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒതുങ്ങിയ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള പ്രകടനം ചില കോമഡി പരിപാടികൾ രസകരമാക്കുന്നുണ്ടെങ്കിലും കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഭാഗങ്ങൾ, അത് കോമഡി ആണെങ്കിലും ദേഷ്യം വരുന്ന ഭാഗങ്ങളാണെങ്കിലും അത്ര ഏൽക്കുന്നില്ല. വാഹിദിൻ്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള നസ്ലിൻ ജമീല വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡയലോഗുകൾ വളരെ നാച്ചുറലായി പറയുന്നതിൽ നസ്ലിൻ മികവ് കാണിച്ചു. വലിയ സിനിമകളിൽ ചെറിയ റോളുകളിൽ വരാറുള്ള ഷംസുദ്ദീൻ മങ്കരത്തൊടി ഈ ചെറിയ സിനിമയിൽ സാമാന്യം വലിയൊരു റോളിൽ വന്നിട്ടുണ്ട്. പുള്ളി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സരസ ബാലുശ്ശേരി, ബാലൻ പറയ്ക്കൽ, രഞ്ജി ഗൺകോൽ, അശ്വിൻ വിജയൻ, RJ അനുരൂപ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ചെറിയ റോളിൽ അൽതാഫ് സലീമും പടത്തിൽ വരുന്നുണ്ട്. കണ്ടംപററി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സറ്റയറിൽ പറയേണ്ട പല വിഷയങ്ങളും വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൽ പറഞ്ഞ സിനിമയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ. ഭാവിയിൽ ഈ സിനിമയിലെ പല ക്ലിപ്പിങ്ങുകളും യൂട്യൂബിൽ കണ്ടാൽ ഇതെന്താണ് സംഭവം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രധാന കാരണം സീനുകൾക്കുള്ളിലുള്ള സ്വാഭാവിക നർമ്മമാണ്. പക്ഷേ തിരക്കഥയുടെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സ്വഭാവം കാരണം പശ്ചാത്തല സംഗീതത്തിലൂടെ ശ്രീഹരി കെ നായർ സിനിമയെ ഒരു സുഡാനി ഫ്രം നൈജീരിയ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിൽ അതുപോലെ ഒരു വികാരം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല.